ശരവണഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെയധികം പവർഫുൾ ആയിട്ടുള്ള ഒരു റെമഡിയുമായിട്ടാണ്. ഇത് ഭഗവാൻ ഹനുമാനാണ് നമ്മൾ ചെയ്യുന്നത്. വീട്ടിൽ തന്നെ ചെയ്യാവുന്നതാണ്. ഇത് തുടങ്ങാൻ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു ദിവസം ഇന്നാണ്. കാരണം എല്ലാവർക്കും അറിയാം, മുപ്പട്ട് ചൊവ്വായും അമാവാസിയും സൂര്യഗ്രഹണവും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇന്നത്തെ ഏതൊരു കാര്യത്തിനും പവർ വളരെയധികം ഉണ്ടായിരിക്കും. പെട്ടെന്ന് തന്നെ നമുക്ക് ഫലവും ലഭിക്കും. എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ മുഴുവനായിട്ട് കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. 11 ദിവസത്തെ 3 ദിവസത്തെ 7 ദിവസത്തെയൊക്കെ ഹനുമാൻ സ്വാമിയുടെ സങ്കല്പം എടുക്കുന്നവർക്ക് ഇന്ന് മുതൽ എടുത്ത് തുടങ്ങാവുന്നതാണ്. കാരണം ഇന്ന് സന്ധ്യയ്ക്ക് 5:30 കൂടിയിട്ട് അമാവാസി അവസാനിച്ച് പ്രഥമ തിഥി ആരംഭിക്കും. അതുകൊണ്ട് നമുക്ക് ഇന്ന് തുടങ്ങാവുന്നതാണ്. ഈ ശനിയാഴ്ച, അതുപോലെ അടുത്ത വരുന്ന ചൊവ്വ, ശനി ഒക്കെ നമുക്ക് സങ്കല്പം എടുക്കാവുന്നതാണ്. ഒരുപാട് പേര് ആ സംശയം ചോദിക്കുന്നത് കൊണ്ടാണ് പറഞ്ഞത്. ഇപ്പോൾ ഞാൻ ഈ പറയുന്ന ഒരു റെമഡിയും ഈ വരുന്ന പൗർണമിക്ക് മുൻപ് ഏതൊരു ദിവസവും നിങ്ങൾക്ക് തുടങ്ങാവുന്നതാണ്. അതായത് ഇന്ന് കർത്തവാവ് അവസാനിച്ച നാളെ പ്രഥമ തിഥിയുടെ ആരംഭം തുടങ്ങും. അപ്പോൾ പ്രഥമ തിഥി മുതൽ ഇനി വരുന്ന പൗർണമി വരെയുള്ള ഏത് ദിവസവും ഞാൻ ഇപ്പോൾ പറയുന്ന ഈ ഒരു റെമഡി നിങ്ങൾക്ക് ചെയ്ത് തുടങ്ങാവുന്നതാണ്. ദിവസം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി സമയം, ഏതൊരു സമയത്തും, അതായത് ഒരു ദിവസം രാവിലെ ഉണരുന്നത് മുതൽ രാത്രി നിങ്ങൾ ഉറങ്ങുന്നത് വരെയുള്ള ഏതൊരു 1 മിനിറ്റ് സമയവും നിങ്ങൾക്ക് ഈ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കാം. വെറും ഒരേ 1 മിനിറ്റ് മാത്രമേ നമ്മൾക്കിതിന് ആവശ്യമായിട്ടുള്ളൂ. ഇനി പീരിയഡ്സ്, പുല, വാലായ്മ പോലുള്ള കാര്യങ്ങൾ വരുമ്പം തീർച്ചയായും നമുക്കിത് മുടങ്ങുക തന്നെ ചെയ്യും. ഇപ്പോൾ നിങ്ങളൊരു 5-6 ദിവസം ഇത് ചെയ്തിട്ട് നിങ്ങൾക്ക് പീരിയഡ്സ് വന്നെന്നുണ്ടെങ്കിൽ നിങ്ങളിത് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. പക്ഷേ പീരിയഡ്സ് ഒക്കെ കഴിഞ്ഞിട്ട് ഇത് ചെയ്തു തുടങ്ങുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം മുടക്കാതെ നമ്മളിത് ചെയ്യുക എന്നുള്ളതാണ്. ഇനി വാലായ്മ, പുല പോലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വന്നാൽ നമ്മൾ ചെയ്യേണ്ടത് അത് സ്റ്റോപ്പ് ചെയ്തേക്കുക. വീണ്ടും എന്നിട്ട് ഒന്നേന്ന് തുടങ്ങുക. അതേപോലെ നോൺ വെജ് കഴിക്കുന്നത്, നിങ്ങൾ കഠിനമായിട്ടുള്ളൊരു കാര്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ എത്ര ദിവസമാണോ ഇത് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത്രയും ദിവസം നമുക്ക് നോൺ വെജ് ഒഴിവാക്കാം. അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ ഇത് ചെയ്തതിന് ശേഷം നമുക്ക് നോൺ വെജ് കഴിക്കാവുന്നതാണ്. അങ്ങനെ പ്രത്യേകിച്ച് റെസ്ട്രിക്ഷൻസ് ഒന്നും തന്നെയില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം. ഇനി എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? എന്നാണോ ഇത് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു ദിവസം നമ്മൾ കയ്യിൽ ഒരു 11 രൂപ എടുക്കുക. അതിപ്പം 1 രൂപയുടെ 11 കോയിൻസ് ആവാം, 10 രൂപയും 1 രൂപയും ആകാം, എന്തുമായിക്കൊള്ളട്ടെ. 11 രൂപ കോയിൻസ് എടുക്കുക. ഇത് ചെയ്യാൻ പ്രത്യേകിച്ച് ദീപം കൊളുത്തണം അങ്ങനെയുള്ള യാതൊരുവിധ നിർബന്ധങ്ങളുമില്ല. ഇത് ക്ഷേത്രത്തിൽ പോയിരുന്ന് വേണമെങ്കിലും ചെയ്യാം, വീട്ടിലിരുന്ന് വേണമെങ്കിലും ചെയ്യാം. ഹനുമാൻ സ്വാമിയുടെ ഫോട്ടോയോ വിഗ്രഹമോ ഒന്നും വേണമെന്നില്ല. ക്ഷേത്രത്തിൽ പോയിരുന്ന് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ 11 രൂപ നമ്മുടെ വലത്തേ കയ്യിൽ പിടിച്ചിട്ട് ആദ്യം രാം രാം എന്ന് പറയണം. അതിനുശേഷം ഞാൻ എൻ്റെ ഈ ഒരു ആഗ്രഹ സാധ്യത്തിന് വേണ്ടിയിട്ടാണ് ഈ കാര്യം ചെയ്യാൻ പോകുന്നത്. ഇത്ര ദിവസം, അതായത് 3 ദിവസം, 5 ദിവസം, 7 ദിവസം, 11 ദിവസം, 15 ദിവസം, 21 ദിവസം, 17 ദിവസം, അങ്ങനെ നിങ്ങൾക്ക് എത്ര ദിവസമാണോ പറ്റുന്നത് അത്രയും ദിവസം ഞാൻ ഭഗവാന്റെ രാമ രാമ എന്നുള്ള മന്ത്രം ദിവസവും 11 പ്രാവശ്യം എഴുതിയേക്കാം. ഇത്രയും ദിവസങ്ങൾ കൊണ്ട് എൻ്റെ ഈ ആഗ്രഹം എനിക്ക് സാധിച്ചു തരണം. ആഗ്രഹം സാധിച്ചു തന്നതിന് ശേഷം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള പ്രസാദം ഞാൻ ഭഗവാന് സമർപ്പിച്ചേക്കാം. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമുക്കിങ്ങനെ പറയാം, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് പറഞ്ഞു തരുവാണ്. 11 രൂപ നാണയങ്ങൾ കയ്യിലെടുത്തിട്ട് രാം രാം, ഭഗവാനെ ഞാൻ ആഗ്രഹിക്കുന്ന എൻ്റെ ഈ കാര്യം അങ്ങെനിക്ക് 11 ദിവസങ്ങൾക്കുള്ളിൽ സാധിച്ചു തരണം. തുടർച്ചയായി 11 ദിവസം ഭഗവാന്റെ രാമ എന്നുള്ള നാമം 11 പ്രാവശ്യം ഞാൻ എഴുതിയേക്കാം. ആഗ്രഹ സാധ്യ ശേഷം ഞാൻ ക്ഷേത്രത്തിൽ ഭഗവാന് 11 ലഡു സമർപ്പിക്കും.
സമർപ്പിക്കാം. അങ്ങനെ അല്ലെങ്കിൽ 1 കിലോ ലഡു സമർപ്പിക്കാം, 1/2 കിലോ അവിൽ സമർപ്പിക്കാം, 11 പഴം സമർപ്പിക്കാം. ഈ രീതിയിൽ നമ്മൾ ഭഗവാന് സങ്കല്പം എടുക്കുന്നു. ക്ഷേത്രത്തിലാണ് നിങ്ങൾ, അതായത് ഹനുമാൻ സ്വാമിയുടെ മുൻപിൽ പോയി ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രത്തിലിരുന്ന് നിങ്ങളിങ്ങനെ ഒരു സങ്കല്പം എടുത്താൽ അവിടെ തന്നെ ഈ 11 രൂപ ഭണ്ഡാരപ്പെട്ടിയിൽ ഇടുക. വീട്ടിലിരുന്നാണ് നിങ്ങൾ ഈ സങ്കല്പം ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, ഇപ്പം രാവിലെയോ വൈകിട്ടോ നമ്മൾ വിളക്ക് കൊളുത്തിയിട്ട് വിളക്കിനെ മുൻപിലൊക്കെ ഇരുന്ന് ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ, വിളക്ക് കൊളുത്തണം എന്നൊന്നുമില്ല. നമ്മൾ ശുദ്ധമായും വൃത്തിയായിട്ടും ഇരിക്കുന്ന ഏതൊരു സമയത്ത് ഞങ്ങൾക്ക് ഈ സങ്കല്പം ചെയ്യാവുന്നതാണ്. പൂജാമുറിയിൽ പോയി ദീപങ്ങളൊന്നും കൊളുത്താതെയും നമ്മൾക്ക് ഈ ഒരു സങ്കല്പം ചെയ്യാം. അതിനുശേഷം പൂജാമുറിയിലാണ്, അതായത് വീട്ടിലിരുന്നാണ് നമ്മൾ ഈ ഒരു സങ്കല്പം ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ 11 നാണയങ്ങളും നമ്മൾ വീട്ടിലുള്ള ഭഗവാൻ വിഷ്ണുവിൻ്റെയോ കൃഷ്ണൻ്റെയോ ശ്രീരാമസ്വാമിയുടെയോ ഇനി ഹനുമാൻ സ്വാമിയുടെ ഫോട്ടോയുണ്ടെങ്കിൽ അതിനടുത്തായിട്ട് വെക്കുക. ഇനി ഇതൊന്നും വീട്ടിലില്ലാത്തവരാണെങ്കിൽ വിളക്ക് കത്തിക്കുന്ന ആ ഒരു പാത്രമുണ്ടല്ലോ, നമ്മുടെ ആ വിളക്ക് വെക്കുന്ന ആ ഒരു പാത്രത്തിലോട്ട് ആ നാണയങ്ങൾ വെച്ചിരിക്കുക. അതിനുശേഷം നിങ്ങളൊരു ബുക്ക് എടുക്കുക, അല്ലെങ്കിൽ ഒരു A4 ഷീറ്റ് പേപ്പർ. ഇപ്പം 11 ദിവസമാണ് നമ്മൾ എഴുതുന്നത്, 5 ദിവസമാണ്, 7 ദിവസമൊക്കെ ആണെന്നുണ്ടെങ്കിൽ A4 ഷീറ്റ് നമുക്ക് ധാരാളമാണ്. A4 ഷീറ്റും അതേപോലെ റെഡ് കളറിലെ പേനയും, റെഡ് കളറിലെ മാർക്കറോ സ്കെച്ച് പെന്നോ എന്തുമാവാം, അതെടുക്കുക. റെഡ് ഇല്ലാത്തവർക്ക് ബ്ലൂ എടുക്കാം, ഒന്നെങ്കിൽ റെഡ് അല്ലെങ്കിൽ ബ്ലൂ. ഇതെടുത്തിട്ട് 11 പ്രാവശ്യം രാം 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 എന്ന് എഴുതുക, രാമ 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 എന്ന് എഴുതുക. ഇത്ര മാത്രമേ ഉള്ളൂ. നമുക്കിവിടെ പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നും തന്നെയില്ല. 11 ദിവസം, ഇപ്പം ഞാനിവിടെ 11 എന്നുള്ള രീതി പറഞ്ഞതുകൊണ്ടാണ് 11 എന്ന് പറയുന്നത്. 11 ദിവസം 11 പ്രാവശ്യം, ഒരു ദിവസം നമ്മൾ 11 പ്രാവശ്യം വെച്ച് രാമ എന്നുള്ളത് എഴുതണം. ഒറ്റ ദിവസം കൊണ്ട് ആഗ്രഹം സാധിച്ചു കിട്ടുന്നവരുണ്ട്, 2 ദിവസം കൊണ്ട്, 3 ദിവസം കൊണ്ടൊക്കെ ആഗ്രഹം സാധിച്ചു കിട്ടുന്നവരുണ്ട്. അത് നമ്മുടെ വിശ്വാസവും അർപ്പണവുമാണ് അവിടെ വേണ്ടത്. അതേപോലെ ഒരേ സമയം തന്നെ പാലിക്കണമെന്നുള്ള നിർബന്ധമൊന്നുമില്ല. നമുക്ക് പറ്റുന്ന ഒരു സമയത്ത് എഴുതിയാൽ മതിയാവും. രാവിലെ എഴുന്നേറ്റ് വിളക്ക് കത്തിച്ച് അവിടെ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുൻപ് ഇത് എഴുതാൻ സമയമുണ്ടെങ്കിൽ അപ്പോൾ എഴുതുന്നതാവും ഏറ്റവും ശ്രേഷ്ഠം. ഇനി ആഗ്രഹം സാധിച്ച ശേഷം നമ്മൾ വീട്ടിലിരുന്നാണ് ഈ ഒരു കാര്യം ചെയ്തതെന്നുണ്ടെങ്കിൽ ആ പൈസ കൊണ്ടുപോയി ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രത്തിലെ ഭണ്ഡാരപ്പെട്ടിയിലിടുക. അതേപോലെ തന്നെ ആ പേപ്പർ നമുക്ക് മടക്കി ഭണ്ഡാരപ്പെട്ടിയിൽ തന്നെ ഇടാവുന്നതാണ്. അങ്ങനെയല്ലെന്നുണ്ടെങ്കിൽ ഒഴുകുന്ന പുഴയിൽ സമർപ്പിക്കാവുന്നതാണ്. ഇനി ഒഴുകുന്ന പുഴയില്ല, ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രമില്ലെങ്കിൽ കത്തിച്ച് ഒരിക്കലും കളയരുത്. അതിന് പകരമായിട്ട് നമ്മളൊരു കപ്പിനകത്ത് വെള്ളം എടുത്തിട്ട് ആ വെള്ളത്തിനകത്തോട്ട് ഈ പേപ്പർ ഇട്ട് നന്നായിട്ട് അലിയിച്ചിട്ട് വീട്ടിലെ തുളസി ചുവട്ടിൽ കൊണ്ടുപോയി ഒഴിച്ചു കളഞ്ഞാലും മതിയാവും. അതേപോലെ തന്നെ ചിലപ്പം നിങ്ങൾ സങ്കല്പം എടുത്തത് 11 ദിവസമാണ്, 11 ദിവസമായിട്ടും ഈ ആഗ്രഹം സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 7 ദിവസം കൂടിയിട്ട് വെയിറ്റ് ചെയ്യുക. എന്നിട്ടും സാധിച്ചില്ലെങ്കിൽ ഇതേപോലെ തന്നെ ഈ പേപ്പറും നാണയവും ക്ഷേത്രത്തിൽ കൊണ്ടുപോയി കളഞ്ഞിട്ട് നിങ്ങൾക്ക് ഇതേ കാര്യം വീണ്ടും റിപ്പീറ്റ് ചെയ്യാവുന്നതാണ്. കാരണം കുറച്ച് പേർക്കൊക്കെ ചിലപ്പം സാധിക്കാൻ സമയമെടുക്കും. നമ്മുടെ കർമ്മദോഷമാണ് അതിന് കാരണം. അപ്പോൾ നമ്മൾ തടസ്സം വന്നാലും വെയിറ്റ് ചെയ്യുക, വീണ്ടും ചെയ്യുക എന്നുള്ളതാണ്. രാമ എന്നെഴുതി ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുന്ന ഏതൊരു വ്യക്തിയുടെയും ആഗ്രഹം നടന്നിരിക്കും. സപ്പോസ് നമുക്കൊരു ലേറ്റ് വന്നാൽ, നമ്മൾ സാധിക്കുന്ന കാര്യം നമ്മളിലോട്ട് എത്തപ്പെടാനായിട്ട് കുറച്ച് താമസമുണ്ടായാൽ നിങ്ങൾ ടെൻഷൻ അടിക്കുകയോ വിഷമിക്കുകയോ ഒന്നും ചെയ്യരുത്. വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. നമ്മൾ തോറ്റു പോകരുത്. വീണ്ടും വീണ്ടും എഴുതിക്കൊണ്ടേയിരിക്കുക. അവസാനം ഭഗവാൻ നമുക്കതിനുള്ള ഉത്തരം തന്നിരിക്കും. അപ്പോൾ എല്ലാവരും ഇത് ചെയ്യാനായിട്ട് ശ്രമിക്കണം. തീർച്ചയായും 100% റിസൾട്ട് കിട്ടും. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണഭവ.